ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടേസ്റ്റി കിച്ചൻ. പൊട്ടാറ്റോ വെച്ചൊരു സ്നാക്കാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പായി ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തണേ. അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ പൊട്ടാറ്റോ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടി 2 പൊട്ടാറ്റോ ഞാനിവിടെ വേവിച്ച് ഉടച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ കുക്കറിലാണ് ഞാൻ ഈ പൊട്ടാറ്റോ വേവിച്ചെടുത്തത്. ഇനി നമുക്ക് ഒരു ഉള്ളി ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെക്കണം. ചെറിയ കഷ്ണം ഇഞ്ചി, പച്ചമുളക്, മല്ലിച്ചപ്പ്, നാരങ്ങ, ചെറുനാരങ്ങയുടെ പകുതിയോളം വേണം. അപ്പോൾ ഇതെല്ലാം നമുക്ക് പൊട്ടാറ്റോയിലേക്ക് ഇട്ട് കൊടുക്കാം. ഉള്ളി ഇട്ട് കൊടുക്കാം, ഇഞ്ചിയും പച്ചമുളകും മല്ലിച്ചപ്പും നാരങ്ങയും പിഴിഞ്ഞ് കൊടുക്കാം. രണ്ട് ബ്രെഡ് ഞാനിവിടെ മിക്സിയിൽ പൊടിച്ചെടുത്തതാണ്, ബ്രെഡ് ക്രംസ്, അതും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കണം. ഇനി 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കണം. ഞാൻ പൊട്ടാറ്റോ വേവിക്കുമ്പോൾ ഉപ്പിടാതെയാണ് വേവിച്ചത്. അപ്പോൾ ഇതിനാവശ്യമായ ഉപ്പ് ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ മിക്സായി വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് ചെറിയ ബോൾസ് ആക്കി വേണം ഉരുട്ടിയെടുക്കണം. ചെറിയ നാരങ്ങ വലുപ്പത്തിലുള്ള ബോൾസ് ആക്കിയിട്ട് വേണം ഉരുട്ടിയെടുക്കാൻ. കയ്യിൽ എണ്ണ തടവി ഉരുട്ടിയെടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാ ബോൾസും ഇതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ മുഴുവനായിട്ടും ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് 3 ബ്രെഡ് ഇവിടെ ഞാൻ മിക്സിയിലിട്ട് പൊടിച്ചെടുത്തതാണ്. 2 ടീസ്പൂൺ മൈദയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കലക്കിയെടുത്തതാണിത്. കുറച്ച് ലൂസിൽ വേണം കലക്കിയെടുക്കാൻ. തയ്യാറാക്കിയെടുത്ത ബോൾസുകൾ മൈദ ബാറ്ററിലിട്ട് ഡിപ്പ് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ച ബ്രെഡ് ക്രംസിലിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കാം. എല്ലാ ഭാഗത്തേക്കും കവറാകുന്ന രീതിയിൽ വേണം കവർ ചെയ്തെടുക്കാൻ. ഇപ്പോൾ ഒന്നിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അടുത്തതും ഇതേ രീതിയിൽ തന്നെ നമുക്ക് റെഡിയാക്കിയെടുക്കാം. മൈദ ബാറ്ററിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസിലിട്ട് എല്ലാ വശത്തും ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ എല്ലാ ബോൾസുകളും നമുക്ക് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഇവിടെ മുഴുവനായിട്ടും ബോൾസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ബോൾസുകൾ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഓയിൽ ഇവിടെ നല്ലപോലെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ബോൾസ് ഇതിലിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു സൈഡ് ഒരു 2 മിനിറ്റ് കഴിഞ്ഞാൽ ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് നല്ല ഗോൾഡൻ കളറാകുന്നത് വരെ ഈ ബോൾസ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഈ ബോൾസ് എല്ലാം. മുഴുവനായിട്ടും ഞാനിവിടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണിത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. Bye bye. See you.